ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡേ 2 ആണ് മൂന്നാർ ബ്ലോഗിൻ്റെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്നേരത്തുള്ള വ്യൂ ആട്ടോ ഇത്. അപ്പോൾ അങ്ങ് ദൂരെ നമുക്ക് കോട കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് 6 മണിക്കുള്ള വ്യൂ ആണ്. അപ്പോൾ ഇത് ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ്. ആ കോട ഫുള്ളും ഫ്രണ്ടിലോട്ട് നമ്മൾ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ ഫുള്ളും കവർ ചെയ്തിട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അധികം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല അടിപൊളി വ്യൂ ആണ്. രാവിലത്തെ ഈ ഒരു മോർണിംഗ് വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പൂളിലോട്ടാണ് പോയത്. അപ്പോൾ രാവിലെ ഒന്ന് പൂളിൽ പോയി കുളിച്ച് ഫ്രഷ് ആവാമെന്നോർത്ത് നമ്മൾ പൂളിലോട്ടാണ് കേട്ടോ പിന്നെ പോയത്. അത് നമ്മൾ റൂമിലെത്തി കോഫിയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പതുക്കെ നമ്മൾ വെക്കേറ്റ് ചെയ്ത് നമ്മൾ മൂന്നാറിൽ നിന്ന് ഇപ്പോൾ പോരുവാണ്. തിരിച്ച് നമ്മൾ വേറൊരു റിസോർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ വിന്റേജ് റിസോർട്ടിൽ നിന്ന് പോവുകയാണ്. പിന്നെ നമ്മളിപ്പോൾ പൂപ്പാതയാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ആനശാലയിലേക്ക് പോകുന്നിട്ട് അവിടെ ഒരു റിസോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇതൊക്കെ. അടിപൊളിയാണ്. നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന ഓരോ ഇതനുസരിച്ചായിട്ട് നമുക്ക് അങ്ങനെ അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ തോന്നും. നല്ല അടിപൊളിയായിട്ടുള്ള ഇതാണ്. ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ ചൂടുണ്ടെങ്കിൽ പോലും നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നല്ല നല്ല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അത്യാവശ്യം ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മൂന്നാറിൽ ഇപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് പൂപ്പാറയെന്ന് ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ അടുത്ത റിസോർട്ട് ഉള്ളത്. അപ്പോൾ അതിനകത്തേക്ക് പോകുന്ന വഴിയിട്ടുള്ള വ്യൂസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി വ്യൂ ആണ്.
ടൈം എടുത്ത് ഷൂട്ട് ചെയ്തു. പോകുന്ന വഴി നല്ല വ്യൂ കണ്ടപ്പോഴേക്ക് നിർത്തിയതാണ്. അപ്പോൾ അവിടെ നിർത്തിയതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനത്തെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ മാങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മാങ്ങ പൈനാപ്പിളൊക്കെ വിൽക്കാൻ വേണ്ടി അവർ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി ഗെയിമൊക്കെ ഒന്ന് കളിക്കാൻ വേണ്ടി നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലമാണിത്. പറമ്പിലേക്കല്ല, ഒറ്റപ്പെട്ട നിൽക്കുന്നതിൽ അടിക്കണ്ട, 2-3 നിൽക്കുന്നതിലേക്ക് അടിക്കും. വിറക്കലുണ്ട് കുഞ്ഞിന്, കൈ വിറക്കലുണ്ട് കുഞ്ഞ്, അതുകൊണ്ടാ. വേണ്ട വേണ്ട. അപ്പോൾ ഈ റൂം ടൂറാണ്. നമ്മൾ വാതിലൂർന്ന് വരുമ്പോൾ തന്നെ നേരെ കാണുന്നത് കട്ടിലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ സൈഡിൽ ഒരു ടേബിളുണ്ട്, അതുപോലെ തന്നെ ചെയർസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. TV ഉണ്ട്, പിന്നെ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ മിററും കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബാൽക്കണി വ്യൂ ആണ്. ബാൽക്കണിയിലോട്ട് നമ്മൾ പോകുമ്പോഴേക്കും നല്ല അടിപൊളി മലയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്, നമ്മൾ പഴയ റിസോർട്ടിലുണ്ടായിരുന്ന പോലെ തന്നെ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും പൂള് കാണാനായിട്ട് പറ്റും. നല്ല അടിപൊളി വ്യൂവിലുള്ള പൂളാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലൂ കളർ വ്യൂ ആണ്. അപ്പോൾ അവിടെ ആരൊക്കെ കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴേക്കും ഇവിടെയും ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കട്ടിൽ, പിന്നെ ഇവിടെ സൈഡിലാണെങ്കിൽ ഒരു മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാർഡ്രോബ് ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ള ഒരു റൂമാണ്. പിന്നെ നമുക്ക് ടീ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഡെൻറ്റൽ കിറ്റ് ഉണ്ട്, ഷാമ്പൂ, കണ്ടീഷണർ, സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാത്റൂം കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഈ ഇന്നത്തെ റൂം ടൂറ്. അപ്പോൾ ഇത് സെയിം അതേപോലെ തന്നെ വേറെ ഒരു റൂമും കാര്യങ്ങളും ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ബാൽക്കണിയിലെ വ്യൂ മാത്രമേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. നമുക്ക് മലയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. ഏറ്റവും താഴത്തെ ഫ്ലോറിലുള്ള ഇതാണ്. അപ്പം നമുക്ക് നേരെ പൂളും കാണാൻ പറ്റും. ഇവിടെ ചെയർസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒന്ന് ചായയൊക്കെ കുടിച്ച് ചില്ല് ചെയ്തിരിക്കാം. പിന്നെ താഴെയാണെങ്കിൽ ബാർബിക്യൂ അങ്ങനത്തെ ഗ്രിഡിൻ്റെ ഒക്കെ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് താഴത്ത്.
അതേപോലെ തന്നെ നമുക്ക് അവിടെ സൈഡിൽ ഊഞ്ഞാലയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് രാത്രിയൊക്കെ ഗ്രിഡ് ചെയ്യണമെങ്കിലും ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഊഞ്ഞാലൊക്കെ ആടി അവിടെ എൻജോയ് ചെയ്യാനും അവിടെ ചെറിയൊരു കിച്ചണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ രാത്രി അവിടെ നിന്നായിരിക്കും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. ഇതിപ്പോൾ രാത്രിത്തെ വ്യൂ ആണ്, നല്ല അടിപൊളി വ്യൂ ആണ്. നടുക്ക പൂളും കൂടെ വരുമ്പോഴേക്കും നല്ല അടിപൊളി വ്യൂ ആണ്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ആണെങ്കിൽ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഓവറായിട്ട് തണുപ്പോ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നല്ല വ്യൂ ഉള്ള അടിപൊളി റിസോർട്ടാണിത്. അപ്പോൾ പൂളിലൊക്കെ കളിച്ച് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 9 മണിയൊക്കെ തന്നെ നമ്മൾ വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങി. നമ്മളിനി നേരെ നമ്മുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.